7 മണി വരെ ഗുളിക കഴിക്കാന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ ഗുളിക കഴിക്കുക, 7 മണിക്കൂർ ഗുളിക കഴിക്കാന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മളിവിടെ ഉച്ചക്ക് ഊണിന് വിട്ടു, 12 മണി മുതൽ 12:30 മണി മുതൽ 2:30 മണി വരെ ഊണ് കഴിക്കാനുള്ള സമയമാന്ന് പറഞ്ഞത്. 12 മണിക്കൂർ ഊണ്, 2:30 മണിക്കൂർ ഊണ് എന്ന് അതിന്റെ അർത്ഥം. ഈ ജാതി ചെണ്ടിത്തരം പറയാൻ പാടില്ല. ഖുർആൻ വായിക്കുമ്പോഴാണ് ഈ തമ്മാടിത്തരം മുഴുവൻ പറയുന്നത്. എന്തിന്? അഞ്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നടക്കൂല, കാലം പോയി. അഖമിസ്സലാത്ത ദുലൂക്കി ശംസി എന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്ക് നമസ്കരിക്കാണ്. അവിടെ മുതൽക്ക് എത്ര നമസ്കരിക്കണം, എത്ര നമസ്കരിക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ അപ്പുറത്തായത് നോക്ക്. അഖമിസ്സലാത്ത തർഫയിൽ നഹാരി, പകൽ 2 അറ്റത്ത് നമസ്കരിച്ചോന്ന് കണിശമാക്കി പറഞ്ഞില്ലേ? ഓ സുലഭമിനല്ലേ, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നമസ്കരിച്ചോന്ന് പറഞ്ഞില്ലേ? പിന്നെ എത്രയെത്രയും നമ്മുടെ കയ്യും കണി അടക്കുക. പകലിന്റെ 2 അറ്റത്തും രാത്രിയുടെ ആദ്യ ഭാഗങ്ങളിലും അഖമിസ്സലാത്ത ഏക നമസ്കാരമായിട്ടാണ് പോയിക്കോ. അവിടെ 2ഉം 3ഉം നന്നാലൊന്നും കെട്ടിമരണ്ട. അഖമിസ്സലാത്ത ഏകവചനം നമസ്കാരം നിർവഹിച്ചോ. രാവിലെ അപ്പൊ 1, വൈകുന്നേരം അപ്പൊ 2ആയി, രാത്രി 3ആയി. ഇപ്പൊ എന്താ ഇങ്ങനത്തെ തിരിയത്ത്? അപ്പൊ ഇത്ര എണ്ണാണ് ഇന്ന സമയത്താണെന്ന് ഒക്കെ അള്ള പറഞ്ഞു. അത് എവിടെ മുതൽക്കാവാന്ന അപ്പൊ ഇവിടെ പറഞ്ഞത്? ഏതൊരു സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത് എവിടെ മുതൽക്കാവാന്ന. ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്കാവാം എന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞ് അവിടെ തന്നെ ഒന്ന് വേണം. അത് ദുഹറാണ് എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഈ പുരോഹിതന്മാരെല്ലാം കൂടി കുത്തിമറിഞ്ഞാൽ കിട്ടൂല. കിട്ടിയിട്ട് വരട്ടെ. 5 കൊല്ലം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ആ കിട്ടണവരേറ്റ് കിട്ടിക്കാൻ വേണ്ടിയിട്ട് വരണില്ല. ഞാൻ സ്വന്തമല്ല ക്ഷണിക്കുന്നത്. ഇതുപോലെ ഓരോ പ്രദേശത്തുള്ള പ്രമുഖന്മാരെ കൂട്ടിയിട്ട് ക്ഷണിച്ചിട്ട് വരുന്നില്ല. എന്താ വരാതിരിക്കാൻ കാരണം? നുണ പറഞ്ഞാൽ നടക്കൂല, അതുകൊണ്ട് വരാത്ത. അപ്പൊ പകലിന്റെ 2 അറ്റം രാത്രിയുടെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ 3 നേരം. അതില് 3 നിസ്കാരം. അവിടെ പിന്നെ ഒരു സംശയം എന്താ? 3 നേരത്ത് 5 നേരം നിസ്കരിക്കാന്നാണല്ലോ പഴയ കാലത്ത് ചേകനൂർ മൗലവി പ്രസംഗിച്ചിരുന്നത്. ഇപ്പൊ 3 നേരത്ത് 3ആയി. ഇനി അത് കുറയോന്ന് പേടി, നിസ്കാരം കുറയോന്നുള്ള പേടി. സക്കാത്ത് കട്ടിട്ട് നോട്ടിനും കൂടി സക്കാത്ത് വേണ്ടെന്ന് എഴുതി വെച്ച കിതാബ് 1000 കൊല്ലായി ഇവിടെ. നോട്ടിനും കൂടി സക്കാത്ത് വേണ്ടെന്ന് ഷാഫി എഴുതി വെച്ചിരിക്കുന്നത്. ആ സക്കാത്ത് മുഴുവൻ കട്ടതിന് പേടിയില്ല, നിസ്കാരം കുറച്ച് കുറയോന്നുള്ള പേടിയാ. എപ്പോഴും നിസ്കാരം കുറഞ്ഞു പോവോ എന്നുള്ള പേടിയാ. എന്തിനാ പേടിക്കണേ? ഖുർആനിലുള്ള നിസ്കാരം അവിടെ ഉണ്ടാവും, അത് കുറയില്ല, ആർക്കും കുറക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇനിയും ഞാൻ കുറക്കുമോ എന്നുള്ള പേടി. അപ്പൊ ഈ പറയുന്നവർക്ക് ഖുർആൻ എന്ന് പഠിച്ചൂടെ? ഇപ്പൊ ചേകനൂർ മൗലി 2 എന്ന് പറയുമ്പോ ബേജാറായി. ഇപ്പൊ 2 ചേകനൂർ മൗലി ഇനി 1 പറഞ്ഞാൽ ബേജാറായി. അപ്പോഴും ഇത് 2 പറഞ്ഞപ്പോ 1 ഈ എത്രയെന്ന് പറയണ അതാണ് നോക്കൂടെ? ഖുർആൻ ഒന്ന് നോക്കൂടെ എത്ര ഉണ്ടെന്ന്? ഇപ്പൊ ഖുർആൻ നോക്കി എത്ര കിട്ടുക? 3 നേരത്ത് നിസ്കരിക്കണം എന്ന് കിട്ടി. ആ 3 നേരത്ത് എത്ര എണ്ണം വേണോ? അത് പിന്നത്തെ ചിന്താ. 3 നേരത്ത് നമസ്കരിക്കണം എന്ന് കിട്ടി. ഇനി 3 നേരത്തും ഇരട്ടാവണോ ഒറ്റയാവണോ എന്നുള്ള പിന്നെ നോക്കണ്ടേ. സുബഹിന്റെ കാര്യത്തിൽ ഇപ്പൊ ആർക്കും തർക്കമില്ലല്ലോ. സുബഹിക്ക് 1 നിസ്കാരമുള്ളൂ, അത് 2 റക്അത്തുള്ളൂ, 3 ഇല്ല 4 ഇല്ല. എന്നാ പിന്നെ തുടങ്ങിയോടത്തുനിന്ന് അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ അതിന്റെ ഇടയിൽ വെച്ചിട്ട് മായം ചേർക്കണ്ട, കരിച്ചണ്ടിയും വേണ്ട. തുടങ്ങിയത് 2 റക്അത്തിലാണെങ്കിൽ അവസാനിക്കുന്നതും 2ആവട്ടെ. അപ്പൊ അസർക്ക് നിസ്കരിക്കുന്നതും 2 തന്നെ, രാത്രി നിസ്കരിക്കുന്നതും 2 തന്നെ. അങ്ങനെ ഇപ്പൊ കണക്ക് ഖുർആനിൽ നിന്ന് കിട്ടുന്നത്. ശരി, എന്നാ പിന്നെ നബി നിസ്കരിച്ചിരുന്നോ? അങ്ങനെ തന്നെ നബി നിസ്കരിച്ചിരുന്നത് എന്ന് ആയിഷ പറഞ്ഞു. അബൂ ഹുറൈറ പറയില്ലട്ടോ, അബൂ ഹുറൈറ പറയില്ല, ആയിഷ പറഞ്ഞു. നബി രാവിലെ 2 റക്അത്ത് നിസ്കരിക്കല്, വൈകുന്നേരം 2 റക്അത്ത് നിസ്കരിക്കല്, രാത്രി 2 റക്അത്ത് നിസ്കരിക്കല്. ബുഹാരിയിലും മുസ്ലിമിലും ആയിഷ പറഞ്ഞിരിക്കണ്. രാവിലെ 2 റക്അത്ത്, വൈകുന്നേരം 2 റക്അത്ത്. ഒക്കെ എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലെന്ന് ആയിഷ പറഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അടുത്ത് വരുന്ന അവസരത്തിൽ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ വൈകുന്നേരത്തെ അസ്ർ 2 റക്അത്ത് എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കല്. അസ്ർ എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നതാണ്. വൈകുന്നേരത്തെ നിസ്കാരം എന്റെ വീട്ടിൽ നിന്നാണ് ഈ 2 റക്അത്തിന് നിസ്കരിക്കല്. രാത്രിയും 2 റക്അത്ത് ഇശ എന്റെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കല്. എനിക്ക് അനുഭവമുണ്ട്, നിത്യാനുഭവമാണ് എന്നൊക്കെ ആയിഷ പറഞ്ഞ ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലുണ്ട്. അതിന്റെ പുറമെ അടക്കി പറഞ്ഞു ഫുറുവത്ത് സ്വലാത്തു റക്അത്തൈനി. നിസ്കാരം ഫർളായത്. അപ്പോഴും അവിടെ ഫർദിന്റെ പ്രശ്നം വരും കേട്ടോ. പക്ഷെ ആൾക്കാരുടെ ഭാഷയിലാണല്ലോ എഴുതി വെക്കുന്നത്. ഈ നീലക്കണ്ണാട വെച്ചിട്ട് നോക്കിയാൽ ഒക്കെ നിങ്ങളൊക്കെ നീല വർണ്ണക്കാരായിരിക്കും. മഞ്ഞക്കണ്ണാട വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ എല്ലാവരും മഞ്ഞളിച്ച ആൾക്കാരായിരിക്കും. എന്നപോലെ ഈ ബുഹാരിയും മുസ്ലിമും എഴുതുമ്പോ അവർ ഫുരിളന്നല്ലാതെ അവർക്ക് എഴുതാൻ വയ്യ. കാരണം അവരതല്ലേ പഠിച്ചിട്ടുള്ളൂ. ഏതായാലും അവരുടെ പദാണെങ്കിലും ആയിഷ പറഞ്ഞെന്ന് എഴുതി വെച്ചല്ലോ. ഫുറുവത്തി സ്വലാത്തു റക്അത്തൈനി. നമസ്കാരം ഈ 2 റക്അത്തായിട്ടാണ് നിർബന്ധാക്കിയത്. പിന്നെ നാട്ടുകാരൊക്കെ കൂടി നിൽക്കാനാണ് കൂട്ടിയതാ. ശരിയാ, നാട്ടുകാർ തെറ്റല്ല, അല്ലല്ല. പിന്നെ നിസ്കാരം കണ്ട് വർദ്ധിപ്പിക്കപ്പെട്ടു. ആരാ വർദ്ധിപ്പിച്ചത്? അബൂ മുആവിയ. മുആവിയാന്റെ കാലത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചപ്പോഴാണ് ആയിഷ ഈ ഹദീസ് പറയുന്നത്.
ഈ രണ്ട് റക്അത്താണ് ഇവിടെ നിർബന്ധമായിരുന്നത്. അത് പിന്നീട് വർദ്ധിപ്പിക്കലുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വർദ്ധിപ്പിച്ചത് നബി അല്ലാന്ന് കിട്ടിയില്ലേ? പിന്നെ നബിയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നബി എന്നെ പറഞ്ഞീന്ന് വരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു നുണ രണ്ടാമത് പറഞ്ഞു നോക്കി. അത് നമ്മൾ സമ്മതിക്കൂല. അത് സമ്മതിക്കൂല. ആദ്യം പറഞ്ഞതിനെ എടുക്കാം. അപ്പൊ ഇനിയിപ്പോ ഒന്നും എടുക്കണ്ട. ആയിഷ പറഞ്ഞു ഒക്കെ പോട്ടെ. ഖുർആൻ അനുസരിച്ച് 2 റക്അത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ 2 റക്അത്ത്. ജുമ നിസ്കരിക്കാൻ പറഞ്ഞു. എത്ര റക്അത്താണ് കരിക്കല്? ലോകം മുഴുവൻ എത്ര കരിക്കല്? ഷിയാക്കളും സുന്നികളും ഒട്ടാക്കി എത്ര കരിക്കല്? ഇതാ നൂതി അലിസ്ലാത്ത് മീ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞല്ലോ. എത്ര റക്അത്താണ് കരിക്കല്? 2 റക്അത്ത്. ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. അവിടെ പിന്നെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട അവിടെ 2 റക്അത്ത് പറയാൻ കാരണം ഖുതുബ 2 ഉണ്ട്. അപ്പൊ 2 റക്അത്ത് ഖുതുബ തഖൂമു അൽ ഖുതുബത്താനി തഖൂമു മഖാമ റക്അത്തൈനി മിനൽ ഫർള്. ഫർളി എന്നുള്ള 2 റക്അത്തിന്റെ സ്ഥാനത്ത് 2 ഖുതുബ ഉണ്ട്. 2 ചോറിന് പകരം 2 കട്ടൻ ചായ ഉണ്ട് എന്ന് പറയുമ്പോലെ 2 ചോറിന്റെ സ്ഥലത്ത് 2 കട്ടൻ ചായ കൊടുത്തപ്പോ കാര്യം ശരിയായോ? 2 റക്അത്ത് ഫർളുള്ളത് വെട്ടിയിട്ട് അതിന് 2 ഖുതുബ ഉണ്ട്. ഖുതുബയിൽ എന്താ പറഞ്ഞത്? പറഞ്ഞൊന്നും പറയാനില്ല. എന്താ നുണ പറയുന്നേ? അപ്പൊ അതൊന്നുമില്ല. വെറുതെ നുണ പറയാൻ 2 ഖുതുബയില്ല. നിസ്കാരം 2 എന്ന് പറയുമ്പോൾ 4 ആക്കി. ഖുതുബ 1 എന്ന് പറയുമ്പോൾ 2 ആക്കി. ഒക്കെ ഇരട്ടിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ ചെല്ലിപ്പെറുക്കണേലൊക്കെ ഇരട്ടിപ്പിക്കല. അതൊന്നും കുറക്കലില്ല. എന്താ പൈസക്ക് ചെലവില്ലല്ലോ. അപ്പോ വെള്ളിയാഴ്ച 2 റക്അത്ത് ഫർള് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവിടെയും സലാത്ത് എന്നാണല്ലോ പറഞ്ഞത്. സലാത്തിന് 2 റക്അത്താണ് അവിടെ അർത്ഥമെങ്കിൽ ഖുർആനിൽ 19 സ്ഥലത്ത് നമസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലത്തും 3 റക്അത്താക്കാൻ പാടില്ല, 4 റക്അത്താക്കാനും പാടില്ല. 2 തന്നെ ഉറച്ചു നിൽക്കണം. ഇനി 3 ആക്കണമെങ്കിലോ 4 ആക്കണമെങ്കിലോ അതിന് പുതിയ തെളിവ് വരണം. തെളിവ് വന്നു. അബൂ ഹുറൈറ പറയാണ് പുതിയ തെളിവുണ്ടാക്കുക. ഖുർആനും കൊണ്ട് 2 അല്ലാതെ കിട്ടൂല എന്ന് അബൂ ഹുറൈറ ഉറപ്പാ. അപ്പൊ മൂപ്പര് പറഞ്ഞു 4 ആക്കാനുള്ള ഒരു വിദ്യ. മൂപ്പര് ഹദീസ് ഉണ്ടാക്കി. മൂപ്പര് പറഞ്ഞു ഞങ്ങള് ഒരു ദിവസം നിസ്കരിക്കുമ്പോ 4 റക്അത്ത് ദുഹറും 4 റക്അത്ത് അസ്റും 4 റക്അത്ത് ഇശയൊക്കെ നിസ്കരിക്കൽ തുടങ്ങിയിരിക്കണ അബൂ ഹുറൈറയുടെ മറ്റേ മുആവിയന്റെ കാലത്ത് മൂപ്പര് നടപ്പിലാക്കിയിട്ട് ഈ 4-ന് അടിയില്ല എന്ന സംസാരം ഇങ്ങനെ നടക്കുമ്പോ മൂപ്പര് അടി ഉണ്ടാക്കുക. അബൂ ഹുറൈറ അടി ഉണ്ടാക്കുക. മൂപ്പര് പറഞ്ഞു ഞങ്ങളൊക്കെ കൂടി ഒരു ദിവസം നിസ്കരിക്കുന്ന അവസരത്തില് നബി 2 റക്അത്ത് ദുഹർ നിസ്കരിച്ചു. അതും ദുഹറ, സുബഹിയല്ല, ഇശയല്ല, അസ്റുമല്ല. അസ്റിവിടെ അടി ഉണ്ടല്ലോ, ദുഹറിന് തീരെ അടിയില്ല. അപ്പൊ മൂപ്പർക്ക് തീരെ അടിയില്ലാത്ത ദുഹർ ഉണ്ടാക്കും വേണം. അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ 4 റക്അത്ത് ആക്കും വേണം. ചെറിയ പുതിയ ചില്ലറ പുതിയൊന്നുമില്ല, ദുഹർ തന്നെയില്ല. അങ്ങനത്തെ ദുഹർ ഉണ്ടാക്കാനാ പോണത്. അത് 2 റക്അത്തും പോരാ, 4 റക്അത്ത് ഉണ്ടാക്കും വേണം. അതിനും വേണ്ടി ഒരു വമ്പൻ വെടിവിടാൻ പോവാണ്. വിട്ടു. എന്താ പറഞ്ഞെന്നറിയോ? ഹുറൈറ പറയാ ഞങ്ങളിങ്ങനെ നബിന്റെ കാലത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന അവസരത്തിൽ എല്ലാം കൂടി നിസ്കരിക്കുമ്പോ ദുശ്ശിമാലീനി എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടാ കൂട്ടത്തിൽ. നിസ്കരിക്കുമ്പോ നബി 2 റക്അത്ത് ദുഹർ സലാം വിട്ടിട്ടാണ്ട് പോയി. എന്ത് സലാമില്ല. അങ്ങനെ പോയി. പുറത്തു പോയിട്ട് നബി ഇങ്ങനെ എന്തോ ബേജാറായിട്ട് നിൽക്കുക. അപ്പൊ ഈ ദുശ്ശിമാലീനി എന്ന് പറഞ്ഞ ഇയാള് പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, അല്ല നബി എന്താ നിസ്കാരം കുറഞ്ഞോ? അതാ നബി മറന്നോ? എന്താ ഉണ്ടായത്? അപ്പൊ നബി ഇങ്ങനെ നോക്കിയിട്ട് എന്താ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, കുറഞ്ഞിട്ടില്ല മറന്നിട്ടില്ല ഒന്നുമില്ലല്ലോ. അല്ല, കുറഞ്ഞിട്ടില്ലെങ്കിൽ മറന്നിക്കണം. 4 റക്അത്ത് നിസ്കരിക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ 2 റക്അത്ത് നബി മറന്നതാണ്. അപ്പൊ ദുശ്ശിമാലീനി ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് സഹാബികളോടൊക്കെ ചോദിച്ചു. അല്ല ഇവൻ പറഞ്ഞത് ശരിയാ, 2 റക്അത്ത് നിസ്കരിച്ചുള്ളൂ. 4 ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ആസൂത്രിത പ്ലാനാണ്. അപ്പൊ 2 റക്അത്തുള്ളത് ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചില്ലേ, 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അതിനൊരു പറഞ്ഞു 2 റക്അത്ത് നിസ്കരിച്ചുള്ളൂ. ആ കാര്യം ശരിയാ, അത് ശരി. നബിനോട് കുറഞ്ഞിട്ടൊന്നുമില്ല, നിസ്കാരം വന്ന കുറച്ചിട്ടൊന്നുമില്ല. ശരി, ബാക്കി 2 കൂടി നിസ്കരിച്ചാളാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് പള്ളി കയറി എല്ലാവരും കൂടി ഇമാമും ജമാഅത്തുമായിട്ട് 2 റക്അത്ത് കൂടി നിസ്കരിച്ച് 4 റക്അത്താക്കി. പോരാത്തതിനൊരു ഫൈനും ഒരു 2 സുജൂദും. അത് ജൂതന്മാർക്കുള്ളതാ. അവസാനം ഫൈൻ ഇട്ട് വരും. അവർക്ക് ഫൈൻ കൂട്ടലുണ്ട്. ഒക്കെ ഫൈനായിട്ട് കൂട്ടില്ല. 2 സുജൂദ് അവസാനമായിട്ട് വെച്ചോളൂ. സൈവിന്റെ സുജൂദ് എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ചുട്ടി ചെയ്താലും സൈവിന്റെ സുജൂദ് എന്നാ പേര്. അപ്പൊ അങ്ങനെ 2 സുജൂദായിട്ട് കാര്യമായിട്ട് വെച്ചു. ശരിയായില്ല. എന്തായി? ദുഹർക്ക് ആണ് മറവി പറ്റിയത്. 2 റക്അത്ത് മതിയാക്കിയില്ല, 4 റക്അത്ത് വേണമെന്ന് ഓർമ്മ വന്നപ്പോ നബി ഖളാ വീട്ടി പോരാത്തതിന് ഫൈനും അടച്ചു. ഇതിനേക്കാണ് അപ്പുറം സ്ഥിരപ്പെടുത്താൻ എന്താ വേണ്ടത്? പക്ഷേ പണ്ട് ഒരാള് പറഞ്ഞ മാതിരി കല്യാണത്തിന്റെ ഇടയിൽ കാനേറ്റ് മറന്നു എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. അതുപോലെ എന്തുണ്ടായിന്നറിയോ? ഈ നുണൊക്കെ പറഞ്ഞു ഒപ്പിച്ചപ്പോ ഇയാൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടായില്ല. ഈ ദുശ്ശിമാലീനി ഏത് കാലക്കാരനാണെന്ന് ഇയാൾക്ക് ഓർമ്മയില്ല. ദുശ്ശിമാലീനി എന്ന് പറഞ്ഞ ആള് ഞാനും കൂടി നിസ്കരിക്കുമ്പോഴാണ് ഈ 2 റക്അത്ത് പിന്നെ 4 റക്അത്ത് ഖളാ കിട്ടിയത് നബി എന്ന് പറഞ്ഞു. ദുശ്ശിമാലീനി ഞാനും കൂടി ഖബറില. ദുശ്ശിമാലീനി 5 കൊല്ലം മുമ്പ് ഖബറില മണ്ണ് എല്ലാം കൂടി ഉണ്ടാവില്ല. പോലെ ഇങ്ങനത്തെ നുണ പറഞ്ഞിട്ടാണ് മുആവിയയുടെ കാലത്തുള്ള അറാബികളെ വിശ്വസിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിലൊട്ടാകെ അതിലാണ്ട് കൂടി. അലി ബിൻ അബീ താലിബിന്റെ ആൾക്കാർ പറഞ്ഞു അബൂ ഹുറൈറന്റെ ആ പരിപ്പൊന്നും നമ്മുടെ അടുത്ത് ഒഴിവില്ല. നമ്മുടെ അടുത്ത് അബൂ ഹുറൈറന്റെ വാദം അബൂ ഹുറൈറ നിസ്കാര കണക്കൊന്നും ഞമ്മക്കറിയണ്ട. അലി ബിൻ അബീ താലിബിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം കിട്ടിയത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അലി ബിൻ അബീ താലിബാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചത്, നിസ്കാരം പഠിപ്പിച്ചത്, ഇസ്ലാംകാരൊക്കെ പഠിപ്പിച്ചത്.
അബൂബക്കർ ഉമർ ഉസ്മാൻ അലി കൂടി കിട്ടിയ ആ സുന്നത്ത് നബി ചെയ്തിരുന്ന ഖുർആൻ അനുസരിച്ച് ചെയ്തിരുന്ന സുന്നത്ത് ഞങ്ങളുടെ അടുത്തുണ്ട്. അതിലെന്താണത്? ളുഹറും ഇല്ല, മഗ്‌രിബും ഇല്ല.